തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജോസ് കെ മാണിയെയും കൂട്ടരെയും UDF-ലെത്തിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇതിനോട് അനുകൂലമായ നിലപാട് കേരള കോൺഗ്രസ് സ്വീകരിച്ചില്ല. സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് തന്നെയായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ UDF-ന് മേൽക്കൈ ലഭിച്ചു. ഈ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൊണ്ടുവന്ന് നിയമസഭയിൽ കൂടുതൽ കരുത്ത് തെളിയിക്കാനാണ് UDF ആലോചിക്കുന്നത്. ഇതിനോടകം പല നേതാക്കളും ജോസിനെയും കൂട്ടരെയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. ജോസ് കെ മാണി ഈ UDF-ൽ നിന്നും അവർ കേരള കോൺഗ്രസ് പാർട്ടി പോയതിനു ശേഷം അവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കണം. അവരുടെ നേതാക്കന്മാരോടൊപ്പം തന്നെ അവരുടെ അണികളും ആലോചിക്കണം. LDF-ലേക്ക് പോയതിനു ശേഷം അവരുടെ അണികൾക്ക്, അവരുടെ താഴെ 2ാം നിരയിലും 3ാം നിരയിലും ഒക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് അവർക്കൊക്കെ എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ? ജോസ് കെ മാണിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച മാണി സി കാപ്പനും നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് സന്തോഷം 2 കൈ കൂട്ടി സ്വീകരിക്കും. പഴയ നിലപാട് മാറിയോ? അല്ല, നിലപാട് മാറിയെന്ന് വെച്ചാൽ പാല കൊടുക്കുമെന്നല്ലേ ചോദിച്ചുള്ളൂ. അത് പറ്റിയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് എനിക്കെന്താ എതിര്? എന്നാൽ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ മുന്നണി മാറാൻ ഇല്ലെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ഒരിക്കലും ഒരു വിജയവും പരാജയവും ഒക്കെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് ആ ഉയർച്ചയിലും താഴ്ചയിലും വിജയത്തിലും പരാജയത്തിലും ഉറച്ച നിലപാടായിട്ട് പോകും. തിരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടി നേരിട്ടെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഈ വിഷയത്തിൽ LDF-ൽ തർക്കങ്ങളുണ്ടാകുമോ എന്നും UDF നേതൃത്വം ഉറ്റുനോക്കുന്നുണ്ട്.